ചേട്ടാ നമസ്തേ. നമസ്കാരം. നമ്മൾ ഈ ഏതൊരു സ്പിരിച്വൽ സാധനയുടെയും അല്ലെ ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെയും അൾട്ടിമേറ്റ് എയിം, ഗോൾ എന്ന് പറയുന്നത് മോക്ഷം, എൻലൈറ്റ്മെൻറ്റ്, ബോധോദയം, ആത്മബോധോദയം, അങ്ങനെ പല പേരുകളിട്ട് പല പരമ്പരകൾ വിളിക്കാറുണ്ട്. നിർവ്വാണം. അപ്പോൾ ചേട്ടൻ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്നാണോ? അതായത് ഈ മോക്ഷം, നിർവ്വാണം, ബോധോദയം, ആത്മബോധോദയം ഇതെല്ലാം ഒന്നാണോ, അതോ ഡിഫറെൻ്റ് ആണോ? നമ്പർ 1. ഡിഫറെൻ്റ് ആണെങ്കിൽ അത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു? എൻലൈറ്റ്മെൻറ്റിന് ചേട്ടൻ്റെ ഇതിൽ എങ്ങനെയാണ് ഒരു നിർവചനം? അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ലെവൽ എങ്ങനെയാണ്? ഹോർമോണൽ ലെവൽ എങ്ങനെയാണ്? യോഗിക് അവസ്ഥയിൽ എന്താണ് എൻലൈറ്റ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കുറച്ച് വലിയ സബ്ജക്റ്റാണ്. കാരണം എല്ലാ ആത്മീയമായ അന്വേഷകരും പല ഭാഷയിൽ പറയുന്നുണ്ടെങ്കിലും ഒരേ പല പദങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ലക്ഷ്യത്തെ പറയുന്നുണ്ടെങ്കിലും എല്ലാം എത്തിപ്പെടുന്ന ആ അവസ്ഥ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മള് ഈ എൻലൈറ്റ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇതാണ് ബുദ്ധന്റെ ബോധോദയം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നിർവ്വാണാവസ്ഥ, ഇത് തന്നെയാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. സാക്ഷാത്കാരം നേടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ പല ഭാഷ ഉപയോഗിക്കുന്നേ ഉള്ളൂ, പല പദങ്ങൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ, അവസ്ഥ ഒന്ന് തന്നെയാണ്. ഈ ആ അവസ്ഥ ആത്യന്തികമായ ആനന്ദത്തിന്റെ അത്യധികമായ ആനന്ദം. അതായത് സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീതം ദുഃഖമുണ്ട്. ആനന്ദത്തിന് വേറൊരു വിപരീതമില്ല. അത് നമ്മളുടെ സഹജമായ അവസ്ഥയാണ്. ഈ എക്സ്റ്റസി, എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്റ്റസിയാണ് ശരിക്ക് ആ അവസ്ഥ മാത്രം. അതിനെയാണ് നമ്മൾ ഈ പദങ്ങൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് പോയാലേ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓരോ രീതിയിലും പൂർണ്ണമായി നമുക്ക് മനസ്സിലാകാം. എല്ലാ രീതിയിലും പല രീതിയിൽ അതിന് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗവിദ്യയിൽ യോഗം നേടുക എന്നാണ് അതിന് പറയുന്നത്. യോഗാവസ്ഥ, യൂണിയൻ, സമാധി അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ. അത് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്, ചിത്തവൃത്തി നിരോധം, യോഗ ചിത്തവൃത്തി നിരോധം. അപ്പോ ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൃത്തി. മനസ്സിന്റെ വൃത്തി എന്താ? ചലനം. അതിങ്ങനെ നിരന്തരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളുടെ ഒഴുക്ക് എന്ന് നമ്മൾക്ക് ചുരുക്കിയെടുത്താണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ മനസ്സെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ചിന്തകൾ ഇങ്ങനെ തുടങ്ങി. ഈ ചിന്തകൾ അത് എപ്പോഴാണ് അവസാനിക്കുന്നത് അപ്പം മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുവരെ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ നിരന്തരമായിട്ടുള്ള ഈ പുലമ്പൽ, ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ കലപില നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മൈൻഡ്, ഈ ചിത്തം എന്ന് പറയുന്നത്. അതിനെ നിർത്തിവെക്കലാണ്, താൽക്കാലികമായി നിർത്തിവെക്കലാണ് ചിത്തവൃത്തി നിരോധം. അപ്പൊ മനസ്സിനെ അടക്കുക, ശാന്തമാക്കുക. ചിന്തകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ ഭയങ്കര അസ്വസ്ഥരാകുന്നു. ചില ദിവസങ്ങൾ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ദിവസം നമ്മൾ നിരീക്ഷിച്ചാൽ നമ്മുടെ ചിന്തകളുടെ എണ്ണം കുറവായി. അങ്ങനെയെങ്കിൽ ചിന്തകളെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് ചിന്തകളെ ഉണ്ടാവാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സ്വാസ്ഥ്യം, ആനന്ദം, ബ്ലിസ്, അതാണ് ആനന്ദം എന്ന് പറയുന്നത്. ഈ അവസ്ഥയാണ് ചിത്തവൃത്തി നിരോധം, യോഗ ചിത്തവൃത്തി നിരോധം. ആ ഒറ്റ സൂത്രത്തിലെല്ലാം അടങ്ങി. അപ്പൊ മനസ്സിന്റെ പ്രവർത്തികളെ നിർത്തിവെക്കുന്ന, താൽക്കാലികമായിട്ട് നിരോധിക്കുന്ന അവസ്ഥയാണ് യോഗം. ആ അവസ്ഥയെ തന്നെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. മോഹങ്ങളുടെ ക്ഷയം. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹങ്ങളുടെ ക്ഷയം എന്നാണ്. ഇവിടെ പദം മാത്രമേ മാറിയിട്ടുള്ളൂ. ഇവിടെ മോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹം എന്നല്ല. അന്നത്തെ ഭാഷയിൽ ആ മോഹം എന്ന് പറഞ്ഞാൽ ഈ ചിന്തകൾ, മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹങ്ങളുടെ ക്ഷയം, അതാണ് മോക്ഷം. അപ്പൊ നമ്മള് ഈശ്വര എനിക്ക് മോക്ഷം കിട്ടണേ എന്ന് പറയുമ്പോൾ
നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഇത് മരിച്ചു പോയിട്ട് എന്തോ കിട്ടുന്നതാണ് മോക്ഷം എന്നാണ്. സത്യത്തിൽ അതല്ല. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ, നമ്മൾ ഉണർന്നിരിക്കെ തന്നെ നമ്മളുടെ ഉള്ളിലെ ചിന്തകൾ നിലയ്ക്കുന്ന അവസ്ഥ, ഈ ഭ്രാന്ത്, ഉള്ളിലത്തെ ഭ്രാന്ത് നിലയ്ക്കുന്ന അവസ്ഥ. അപ്പൊ പിന്നെ സച്ചിദാനന്ദം മാത്രം. ഈ അവസ്ഥയാണ് ശരിക്കും മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മോക്ഷം കിട്ടണേന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ മനസ്സിന്റെ ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റണം. അപ്പൊ എനിക്ക് എന്റെ സ്വാഭാവികമായ ആനന്ദം, ആ ബ്രഹ്മാനന്ദം, അത് അനുഭവിക്കാൻ പറ്റും. ആത്മാവിന്റെ ആ ഒരു ആനന്ദം. ഇത് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞപ്പോ വാക്ക് മാറിയേ ഉള്ളൂ. ആശയാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അവിടെ ആശ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? അതാണ് ചിന്ത. ഡിസയർ തന്നെയാണ്. ആ ഡിസയറിന്റെ കാരണം ചിന്തയാണല്ലോ. അങ്ങനെ ഓരോന്നിലേക്ക് ഇങ്ങനെ ചിന്ത മാറിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പദം മാത്രമേ മാറിയിട്ടുള്ളൂ, ഒരേ ആശയാണ് അവരെല്ലാവരും പറഞ്ഞത്. അപ്പോ സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് യോഗം എന്ന് പറയുന്നത്. സൈക്കോളജിക്കലായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് മോക്ഷം, എന്താണ് ബോധോദയം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഈ കലവില നിർത്തിയ ആളുകൾ, മനസ്സ് അടങ്ങിയവർ, ചിന്തകൾ അടങ്ങിയവർ, ആ അവസ്ഥയാണ് മോക്ഷം, ബോധോദയം, നിർവ്വാണം, സാക്ഷാത്കാരം എന്നുകൊണ്ടൊക്കെ അർത്ഥം. ഇനി ഇതേ സംഭവം നമുക്ക് ന്യൂറോളജിക്കലി, ന്യൂറോൺ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, അപ്പം നമ്മളുടെ ശരീരത്തിൽ മുഴുവൻ ഈ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാഡികളിലൂടെ. ഇത് ശിരസിലാണ് ഇതിന്റെ മുഴുവൻ കേന്ദ്രം. സിഗ്നലുകൾ, വൈദ്യുതി സിഗ്നലുകൾ, ഇത് മുഴുവൻ പ്രോസസ് ചെയ്യുന്ന കേന്ദ്രമാണ് നമ്മളെ. കോടിക്കണക്കിന് നാഡീകോശങ്ങളാണ് ബ്രെയിനിൽ. അപ്പോ ഈ നാഡീകോശങ്ങളിൽ എനർജി വേണ്ട രീതിയിൽ വൈദ്യുതി എത്തിയിട്ട് നമ്മളുടെ നാഡീ വ്യവസ്ഥ പരിപൂർണമായും ഉത്തേജിക്കപ്പെട്ട അവസ്ഥ. ഓരോ നാഡീകോശവും അതിന്റെ പരിപൂർണമായ പ്രവർത്തന ശേഷി കൈവരിച്ച അവസ്ഥ. അതിനെയാണ് നമ്മൾ ബോധോദയം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളുടെയൊക്കെ സാധാരണ നിലയ്ക്ക് നമ്മളുടെയൊക്കെ ബ്രെയിൻ സെൽസ്, അതുപോലെ നാഡികളിലൊക്കെ പ്രതിരോധമുണ്ട്, ചില ബ്ലോക്കുകളുണ്ട്, പൂർണ്ണ തോതിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല, കണ്ടക്ടിവിറ്റി കുറവാണ്, ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടിവിറ്റി കുറവാണ്. അപ്പൊ ഇവിടേക്ക് വോൾട്ടേജ് കുറവാണെന്നർത്ഥം ബ്രെയിനിൽ. അപ്പൊ യോഗ വിദ്യയിൽ എന്താ ചെയ്യുന്നത് വെച്ചാല് നിരന്തരം നാഡികളെ ശുദ്ധീകരിക്കാൻ, ഈ കണ്ടക്ടിവിറ്റിയെ, സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഈ നാഡികളെ സൂപ്പർ കണ്ടക്ടർ ആക്കാൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ ഒട്ടും എനർജി ലോസ് ഉണ്ടാവുന്നില്ല. അത് അങ്ങനെ അത്രയും ഈ നമ്മളുടെ ഡോർമെന്റ് ആയി കിടക്കുന്ന ബ്രെയിൻ സെൽസ് അത് വോൾട്ടേജ് ഇല്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് പ്രവർത്തിക്കുന്നു. അതിലേക്ക് വേണ്ട രീതിയിൽ അത് പ്യുവർ ആവുമ്പോൾ, അതിലേക്ക് വേണ്ട രീതിയിൽ വൈദ്യുതി എത്തുമ്പോൾ എല്ലാം ഭയങ്കര ആക്റ്റീവായി. അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളെ എല്ലാ സെൻസും ഹൈ പവറിൽ പറയും. അങ്ങനെ നമ്മളുടെ നാഡീ വ്യവസ്ഥ അതിന്റെ ഓപ്റ്റിമം പ്രവർത്തനശേഷി കൈവരിക്കുന്ന അവസ്ഥയെയാണ് ബോധോദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മോക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നിർവ്വാണം, സമാധി, സാക്ഷാത്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിലോസഫിക്കലി നമുക്കിതിനെ നിർവചിക്കാൻ പറ്റും. ഫിലോസഫിക്കലി നമ്മളെ അസ്തിത്വത്തിന് 4 അവസ്ഥകളാണ്. അതാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് പറയുന്നത് 4ാമത്തെ അവസ്ഥ. ഇതിപ്പോ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാച്ചാൽ, ഇപ്പോ ജാഗ്രത് അവസ്ഥ, ജാഗ്രത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധമുണ്ട്, നമ്മൾ ഉണർന്നിരിക്കുന്നു. പ്ലസ് എന്തുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ചിന്തകൾ നടക്കും, ചിന്തകളും ഉണ്ട്, കോൺഷ്യസ്നെസ്സും ഉണ്ട്. അപ്പൊ കോൺഷ്യസ്നെസ് പ്ലസ് തോട്ട്സ്, അതാണ് നമ്മളുടെ ജാഗ്രത് എന്ന് പറയുന്നത്. ഇവിടെ കോൺഷ്യസ്നെസ് തന്നെ കുറച്ച് കുറവാണ്. നമ്മൾ ചിന്തകളിൽ നഷ്ടപ്പെട്ടു മനുഷ്യൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കൂടുതൽ ചിന്തകളും കുറച്ച് കോൺഷ്യസ്നെസ്സും ആണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കോൺഷ്യസ്നെസ് പ്ലസ് ചിന്തകളാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഇതിന്റെ
ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്, ഗാഠനിദ്ര. ഗാഠനിദ്രയിൽ നോക്കൂ, കോൺഷ്യസ്നെസ് ഇല്ല, നമ്മൾ അറിയുന്നില്ല ഒന്നും, ചിന്തകളും നടക്കുന്നില്ല. അപ്പോ അൺകോൺഷ്യസ് ആണ് അവിടെ. ഒരിടത്ത് കോൺഷ്യസ്നെസ് പ്ലസ് ചിന്തയാണ്. ഇവിടെ നിദ്ര എന്നുള്ള അവസ്ഥയിൽ അൺകോൺഷ്യസ് മൈനസ് തോട്ട്സ് ആണ്. തോട്ട്സും ഇല്ല, രണ്ടുമില്ല, ശൂന്യതയാണ്. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട്, സ്വപ്നം. സ്വപ്നം എന്നുള്ള അവസ്ഥയിൽ നോക്കൂ, നമുക്ക് അവിടെ ബോധമില്ല, നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അറിയാനുള്ള ബോധമില്ല, നമ്മൾ ഉറങ്ങുക. കോൺഷ്യസ് ആണ്, അല്ല അൺകോൺഷ്യസ് ആണ്, അൺകോൺഷ്യസ് അറിയുന്നില്ലല്ലോ. പക്ഷെ തോട്ട്സ് ഉണ്ട് അവിടെ. അൺകോൺഷ്യസിലും നടക്കുന്ന തോട്ട്സ് ആണ് സ്വപ്നമായിട്ട് കരുതുന്നത്. ജാഗ്രത അവസ്ഥയിൽ നടക്കുന്ന തോട്ട്സ് ഭാഷാരൂപത്തിലാണ്, നമ്മൾ ചിന്തിക്കുന്നത് ഭാഷാരൂപത്തിലാണ്. പക്ഷെ അൺകോൺഷ്യസ് ആയിരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ കാണുന്ന ചിന്ത എന്ന് പറയുന്നത് ദൃശ്യരൂപത്തിലാണ്, ഇമേജസ് ആണ്. അപ്പൊ അതന്നെയാണ് ഭാഷാരൂപം മാറിയിട്ട് ഇമേജിന്റെ രൂപമായി. അതാണ് സ്വപ്നം. സിനിമ കാണുന്ന പോലെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പൊ അത് അൺകോൺഷ്യസ് പ്ലസ് തോട്ട്സ് ആണ്. അപ്പൊ അൺകോൺഷ്യസ് മൈനസ് തോട്ട്സ് ആണ് ഗാഠനിദ്ര, അൺകോൺഷ്യസ് പ്ലസ് തോട്ട്സ് ആണ് സ്വപ്നം, കോൺഷ്യസ് പ്ലസ് തോട്ട്സ് ആണ് ജാഗ്രത. ഇനി ഒരവസ്ഥയെ ബാക്കിയുള്ളൂ. ഏതാണത്? തുര്യൻ. കോൺഷ്യസ്നെസ് മൈനസ് തോട്ട്സ്. കോൺഷ്യസ് ആണ്, നമ്മളെല്ലാം അറിയുന്ന മോഡിലാണ്, പക്ഷെ ഈ തോട്ട്സ് ഉണ്ടാവുന്നില്ല, ജാഗ്രത അവസ്ഥ മാത്രം. ഇതാണ് തുരീയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അസ്തിത്വത്തിന്റെ 4 അവസ്ഥകളാണ്. ഫിലോസഫിക്കലി അപ്പൊ എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ തുരീയാവസ്ഥ, കോൺഷ്യസ്നെസ് മൈനസ് തോട്ട്സ് എന്നുള്ള അവസ്ഥ. അതിൽ തന്നെ പല സ്റ്റേജുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. തുര്യാതീതം അത് വേറെ ഉണ്ട്, അത് നമുക്ക് വേറെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. എന്തായാലും അതിന്റെ ആ പ്രിലിമിനറി സ്റ്റേജിനെയാണ് നമ്മൾ പൊതുവായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ആ തുര്യാവസ്ഥയാണ് നമ്മൾ മോക്ഷം, സാക്ഷാത്കാരം, നിർവ്വാണം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് വേറെ ഇപ്പൊ യോഗ ബ്രീത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ബ്രീത്തിന്റെ അടിസ്ഥാനത്തിൽ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ആ അവസ്ഥയെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ സാധാരണ ഒരു മനുഷ്യന്റെ ഉണർന്നിരിക്കുമ്പോൾ ഒരു നോസ്റ്റിലാണ് കൂടുതൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക, അതിങ്ങനെ മാറി മാറി വരും. ഒരു 2.5 നാഴിക ഇടവിട്ടിട്ട് കുറച്ച് നേരം ലെഫ്റ്റ് നോസ്റ്റിൽ തുറന്നിരുന്നാൽ അടുത്തത് കുറച്ചു നേരം റൈറ്റ് നോസ്റ്റിലായിരിക്കും. ഇതെങ്ങനെ വെച്ചാൽ എഞ്ചിനും റേഡിയേറ്ററും പോലെയാണ്. എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഹീറ്റ് ഉണ്ടാവും, അപ്പൊ അതിനെ തണുപ്പിക്കാനുള്ള കൂളിംഗ് സിസ്റ്റം ഉണ്ടാവണം, റേഡിയേറ്റർ. അപ്പൊ വാഹനം ഓടണമെങ്കിൽ എഞ്ചിനും വർക്ക് ചെയ്യണം, റേഡിയേറ്റർ വർക്ക് ചെയ്യണം. റേഡിയേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ എഞ്ചിൻ ജാമാവും. അതുപോലെ നമ്മളുടെ റേറ്റ് നോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഉഷ്ണം ഉൽപ്പാദിപ്പിക്കപ്പെടും, അതായത് പ്രവർത്തനങ്ങൾ നടക്കും ഓർഗൻസിന്റെ. അതിനെ കൂൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഇടനാടിയിലൂടെയുള്ള ശ്വസനം, ലെഫ്റ്റ് നോസ്റ്റിൽ കൂടെയുള്ള ശ്വസനം. ഇതിങ്ങനെ ബാലൻസ് ചെയ്യും, ഇങ്ങനെ മാറി മാറിയിട്ട് നമ്മളെ സിസ്റ്റത്തെ ഒരു ഊഷ്മാവിൽ നിലനിർത്തുക. യോഗികളിൽ വരുമ്പോ എങ്ങനെ അറിയോ, ഈ 2 നോസ്റ്റിലും സദാ തുറന്നിരിക്കും. എനിക്ക് ശിവയോഗ ദീക്ഷ തരുമ്പോൾ ആദ്യം ശരം ചെക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്തോ ഒരു അത്ഭുതം പോലെ ചേട്ടാ, എനിക്ക് 2 ശരം ഒരുമിച്ചാണ് ഓടുന്നത്. അത് വരും. ഇത് ശരം മാറുന്നതിന്റെ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരമുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് നോസ്റ്റില് കൂടെ ശരം ഓടിക്കൊണ്ടിരിക്കണമെന്നില്ല. അത് 2.5 നാഴിക കഴിയുമ്പോ റൈറ്റ് നോസ്റ്റിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് 2 നോസ്റ്റിലും 4 മിനിറ്റ് നേരം വർക്ക്. ഇപ്പൊ സുഷുമ്നയിലെ കൂടെയുള്ള ഊർജ്ജപ്രവാഹം എന്ന് പറയും. അങ്ങനെ 4 മിനിറ്റ് വർക്ക് ചെയ്തിട്ട് വീണ്ടും പിന്നെ റൈറ്റ് നോസ്റ്റിലേക്കാണ് വരിക.
അത് 2.5 നാഴിക വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 4 മിനിറ്റ് സുഷുമ്ന വർക്ക് ചെയ്യും. അപ്പൊ കൃത്യം ആ സമയത്താണ് നിങ്ങൾ പറഞ്ഞു. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ്. കറക്റ്റ് ടൈമിലാണ് സ്പിരിച്വാലിറ്റിക്ക് ഏറ്റവും നല്ലൊരു അപ്പൊ സുഷുമ്നയിൽ കൂടെ പ്രാണൻ ഓടുമ്പോഴാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഇതുണ്ടാവുക, അവേക്കനിങ് ഉണ്ടാവുക. അപ്പൊ കൃത്യം ആ വിദ്യ സ്വീകരിച്ച സമയം അങ്ങനെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ ഈ നമ്മളുടെ അപ്പൊ 2 നോസ്ട്രിലും ഒരേ സമയം തുറന്നിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ യോഗാവസ്ഥ. അപ്പൊ നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഇങ്ങനെ ഈ മാറി മാറി കളിക്കുന്ന ശരം രണ്ടും ഒരേ സമയം വർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി. അപ്പോൾ ബ്ലിസ്ഫുൾനെസ് കിട്ടും. അങ്ങനെ പല രീതിയിൽ യോഗാവസ്ഥയെ അല്ലെങ്കിൽ മോക്ഷത്തെ സാക്ഷാത്കാരത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഹോർമോണൽ വ്യവസ്ഥയിൽ പറയാൻ പറ്റും. ഈ ചക്രാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ചക്രാസ് എന്ന് പറഞ്ഞാല് അതായത് ഓരോരോ അല്ല, പല ഗ്രന്ഥികളുടെ സ്ഥാനങ്ങളാണ്. അറിയാലോ, നമ്മളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാല് റിപ്രൊഡക്ടറി സിസ്റ്റം ഇരിക്കുന്ന ആ ഗ്രന്ഥികളാണല്ലോ അവിടുത്തെ. അതാണ് മണിപൂരകം എന്ന് പറഞ്ഞാല് ദഹനം വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥികളുണ്ട്, ആഗ്നേയ ഗ്രന്ഥി, അങ്ങനെ അതിന്റെ സ്ഥലം. അനാഹതം എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ട് തൈമസ് ഗ്ലാൻഡ്, അങ്ങനെ കുറെ ഗ്ലാൻഡ് അല്ലെ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാലോ തൈറോയിഡ് ഉണ്ട്. അപ്പൊ ഓരോ ചക്രാസ്ഥാനം എന്ന് പറയുന്നത് ഇതിവിടെ പീനിയൽ ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അല്ലെ. അപ്പൊ ചക്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഗ്ലാൻഡുകളുടെ സ്ഥാനം. അതുകൊണ്ടാണ് ചക്രഭേദനത്തെ ഗ്രന്ഥി ഭേദനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രന്ഥി ഭേദനം എന്ന് പറയുന്നത് എന്താ അർത്ഥം വെച്ചാല് നമ്മളുടെ ശരീരത്തിലെ ഗ്രന്ഥികളെല്ലാം ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ, ആ ഗ്രന്ഥികൾ അതിന്റെ പരിപൂർണ പ്രവർത്തനശേഷി കൈവരിക്കുന്ന അവസ്ഥയാണ് ആ ചക്രം ഉണരുക എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ സ്വാധിഷ്ഠാന ചക്രം ഉണർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ അവിടുത്തെ ഗ്രന്ഥികൾ ഓപ്റ്റിമം ഫങ്ഷനിങ് ആയി, അതിന്റെ സെക്രീഷൻസ് അത് പവർഫുൾ ആയി. അങ്ങനെ ഓരോ ഗ്രന്ഥികളെ ഭേദിച്ചു പോകുമെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ ഗ്രന്ഥികളും, എന്താ ഗ്രന്ഥി എന്നുള്ളതിന് ഇപ്പൊ ഇംഗ്ലീഷിൽ എന്താ പറയാ, ഗ്ലാൻഡ്സ്. നമ്മളുടെ അന്തസ്രാവ ഗ്രന്ഥികൾ എല്ലാം തന്നെ പരിപൂർണ പ്രവർത്തനശേഷി കൈവരിച്ചു. പീനിയൽ ഗ്ലാൻഡാണ് സഹസ്രാരം എന്ന് പറയുന്നത്. ആ പീനിയൽ ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ്, എല്ലാ ഗ്ലാൻഡിനെയും നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ പീനിയൽ ഗ്ലാൻഡ് മാക്സിമം പ്രവർത്തനശേഷി കൈവരിച്ചു പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹാപ്പിനെസ് ഹോർമോൺസ് ആണ്. സെറാട്ടോണിൻ, അങ്ങനെ കുറെ 4 ഹോർമോണുകളാണ്. ആ ഗ്രന്ഥികൾ പരമാവധി പ്രവർത്തനശേഷി കൈവരിക്കുമ്പോൾ ബാക്കി ഗ്രന്ഥികളെല്ലാം എന്തായി, അതിന്റെ താഴെയാണ്, അവരും ഓപ്റ്റിമം ഫങ്ഷനിങ്ങിലേക്ക് വരും. അപ്പൊ നമ്മളുടെ ആന്തരികമായ ഈ ഹോർമോൺ വ്യവസ്ഥ അതിന്റെ പരിപൂർണമായ പ്രവർത്തനക്ഷമതയിൽ വരുമ്പോൾ ഈ സിസ്റ്റം അതിന്റെ ഓപ്റ്റിമം പ്രവർത്തനക്ഷമതയിലെത്തി. നമ്മളുടെ ബോഡിയും മൈൻഡും. അതാണ് എക്സ്റ്റസി എന്ന് പറയുന്ന അവസ്ഥ, അതാണ് നിർവ്വാണം എന്ന് പറയുന്നത്, അതാണ് ബോധോദയം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പല ആംഗിളിൽ നമുക്ക് ഈ യോഗാവസ്ഥയെ അല്ലെങ്കിൽ മോക്ഷാവസ്ഥയെ, ബോധോദയത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയും. ഇതെല്ലാം കൂടി ചേർത്ത് ഇതെല്ലാമാണ് മോക്ഷം എന്ന് പറയുന്നത്. അത്രയും സയന്റിഫിക് ആണ്, ക്ലിയർ ആണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം.